തീർച്ചയായും 2024 ഡിസംബർ ആകുമ്പോഴേക്കും മറ്റേ BPCLൻ്റെ ബ്രഹ്മപുരത്തെ പ്ലാന്റ് CBG പ്ലാന്റ് കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാവും. അതിന് വളരെ വേഗത്തിൽ തന്നെ മന്ത്രിസഭ അനുമതി കൊടുത്തു കഴിഞ്ഞു. BPCL ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നടപടികൾ വേഗത്തിലാവുകയാണ്. BPCL നമ്മളെ അറിയിച്ചിട്ടുള്ളത് 2024 ഡിസംബറിൽ പൂർത്തിയാക്കാനാവുമെന്നതാണ്. BPCL പോലൊരു സ്ഥാപനമാവുമ്പോൾ പറഞ്ഞ ഡെഡ്ലൈൻ അവർക്ക് എപ്പോഴും പാലിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കാണുന്നത്. ബയോമൈനിങ്ങിൻ്റെ നടപടികൾ ആയിട്ടുണ്ട്. അത് എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സമാനമായ CBG പ്ലാന്റ് കോഴിക്കോട്ടും ഉടൻ തന്നെ നടപടികൾക്ക് തുടക്കം കുറിക്കും. തിരുവനന്തപുരവും ആരംഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗെയിലും ഇന്ത്യൻ ഓയിലും ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റു നഗരങ്ങളിൽ അവരുടെ കൂടി സാധ്യത ഉപയോഗപ്പെടുത്തും. പുതുവർഷത്തിൽ കണ്ട വാർത്ത ഒരു മലയാളികളെ സംബന്ധിച്ച് ഒരു നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ്. പക്ഷേ ദക്ഷിണ റെയിൽവേയുടെ ആ നിലപാട് കേന്ദ്ര സർക്കാരിന് തിരുത്തേണ്ടി വരുമെന്നാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. കേരളത്തോടുള്ള ഒരു വിവേചനത്തിൻ്റെ വേറൊരു ഉദാഹരണമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. ഒരു തരത്തിലും ഇത് അനുവദിക്കില്ല എന്ന് BJP നേതാക്കൾ പ്രസ്താവന നടത്തിയത് ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ്, ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പം അത്തരത്തിലുള്ള ചില ഇടപെടലുകളുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തെല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി ഇതിന് നേരെ കണ്ണടയ്ക്കാനും മുഖം തിരിക്കാനും കേന്ദ്രത്തിന് കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. റെയിൽവേയായിട്ട് നടത്തിയ ചർച്ചകളെക്കുറിച്ചൊക്കെ ഗവൺമെൻറ് തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. റെയിൽവേ ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത്. രാഷ്ട്രീയ താല്പര്യമാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം BJP ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, റെയിൽവേ ബോർഡ് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് റെയിൽവേ ബോർഡിൻ്റെ അനുകൂല നിലപാട് വന്നപ്പോഴല്ലേ BJP പറഞ്ഞത് അനുവദിക്കില്ല എന്ന്. റെയിൽവേ ബോർഡിൻ്റെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെയും ഒരു അനുകൂലമായൊരു സ്റ്റെപ്പ് ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലെ BJP നേതൃത്വം പറഞ്ഞു. അപ്പം അത്തരം എന്തോ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ദക്ഷിണ റെയിൽവേ ഇങ്ങനൊരു നിലപാട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ദക്ഷിണ റെയിൽവേക്കൊന്നും ഇത് തടയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തടയാനോ വൈകിപ്പിക്കാനോ ഒക്കെ ഉള്ള ശ്രമം അവർ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദക്ഷിണ റെയിൽവേ അല്ലല്ലോ ആത്യന്തികമായിട്ട് തീരുമാനിക്കുന്നത്.